ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറു ആണ്. ഇന്ന് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരിദോശയും കപ്പയും ചെറുപയറും കൂടിയുള്ള ഒരു കറിയുമായിരുന്നു. കൂട്ടിനൊരു കട്ടൻ ചായയും കൂടി കുടിച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. റൂമിലേക്ക് വന്നപ്പോൾ റൂം ആകെ വാരി വലിച്ചിട്ടേക്കാണ്. ആരാ വലിച്ചിട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ്. ഒരാഴ്ച കൊണ്ടാണ് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വൃത്തിയാക്കിയിട്ട റൂമാണ് ഇത്. എൻ്റെ കഴിവ് തന്നെ എന്നല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം മടി പിടിച്ചിങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ ഞാനൊന്ന് പേരാമ്പ്ര പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് ഇറങ്ങി. അച്ഛൻ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കോടച്ചൊരിയുന്ന മഴയായിരുന്നു. നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം അങ്ങനെ സമയം പോയി. പിന്നെ ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അമ്മ ചെമ്മീൻ കറി ഉണ്ടാക്കി, ഞാൻ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കി. കാരണം ഞാൻ ചെമ്മീൻ കറി കൂട്ടാറില്ല. കാണുമ്പോൾ ചട്നി പോലെ ഉണ്ടെങ്കിലും ഇത് ആക്ച്വലി ഇഞ്ചിക്കറിയാണ്. ദെൻ ദിസ് ഈസ് ചെമ്മീൻ പീര. അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ചെമ്മീൻ പീര. അത് കഴിഞ്ഞിട്ട് വേറെ എന്താ ഉണ്ടായിരുന്നത്, പേരറിയാത്തൊരു മീൻ ഫ്രൈ. ഏത് മീനാണെന്ന് എനിക്കറിയില്ല. ഇതൊരു ചീരത്തോരനാണ്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചിക്കറിയും എന്താ പറയുക ചെമ്മീൻ പീരയും കുറച്ച് ഉപ്പേരിയും എടുത്തിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹെയർ കെയറിലേക്ക് കടന്നു. അതിനായിട്ട് കുറച്ച് ആൽമണ്ട് ഓയിലും അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് തലയിൽ നല്ലപോലെ മസാജ് ചെയ്താൽ താരൻ പോകും എന്ന് പാച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് പരീക്ഷിക്കാം എന്ന് കരുതിയിട്ട് ചെയ്തു നോക്കുകയാണ്. താരൻ ആക്ച്വലി കുറച്ച് കുറവൊക്കെ ഉണ്ട്, പക്ഷേ താരൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോവില്ല. കാരണം ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ പിതാമഹന്മാർ തന്നിരിക്കുന്നതാണ് ഈ താരൻ. അതൊരിക്കലും എന്നെ വിട്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ലേശം കുറവ് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഉണ്ട്. കുറച്ച് ഇച്ചിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെതൊരു ഡ്രൈ ഇച്ചി ടൈപ്പായിട്ടുള്ള സ്കാൽപ്പാണ്. അപ്പോൾ അതിന് ഓയിൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മയം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊക്കെ തേച്ച് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ സ്കിൻ കെയർ ആണ് വരുന്നത്. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരും കുറച്ച് കാപ്പിപ്പൊടി, കുറച്ചൊരു പീസ് തക്കാളി, അതിൻ്റെ നീരും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൊരു പാക്കാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഞാൻ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ കാപ്പിപ്പൊടി കുറച്ച് കുറവായിരുന്നു. സോ ഞാൻ കുറച്ചുകൂടി കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് പിന്നീട് ഉണ്ടാക്കി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ നേരം ഇങ്ങനെ തേച്ച് കൊടുത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നവരാണ് അമ്മ വന്നത്. അമ്മ വന്നപ്പോൾ പറഞ്ഞു കുറച്ച് ഞാനും കൂടി തേച്ച് തരാം നല്ലപോലെ മസാജ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ഓരോരോ കുറ്റവും ഓരോരോ കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എനിക്കിതിങ്ങനെ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് താളി ഉണ്ടാക്കണം. തലയിൽ താളി തേച്ചിട്ട് വേണം ഇന്ന് കുളിക്കാൻ. ആഴ്ചയിലൊരിക്കലും താളി തേച്ച് കുളിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഞാൻ പറയും, എങ്കിലും ഞാൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അമ്മ താളി ഉണ്ടാക്കാൻ പോയേക്കാണ്. ചെമ്പരത്തിൻ്റെ ഇല പറിച്ചിട്ട് താളി ഉണ്ടാക്കണം. അമ്മ അതിന് വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആവാത്ത സ്ഥലത്തൊക്കെ ആക്കി. പിന്നെ അമ്മ 4, 3, 7 മുടിക്കാണല്ലോ ഈ താളിയൊക്കെ തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് താളി നല്ലപോലെ തേച്ച് തന്നു. ഇനി ഈ താളിയും മുഖത്ത് തേച്ചതും ഒക്കെ തലയിൽ മുഖത്തൊക്കെ സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ആ റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല വൃത്തിയാക്കാൻ, അതുകൊണ്ടൊരു ഒതുക്കിപ്പെറുക്കൽ മാത്രമാണ് സംഭവിച്ചത്. വലിയ വൃത്തിയാക്കലൊന്നും നടന്നില്ല. ഇനി നമുക്ക് പോയിട്ട് തല കുളിച്ചിട്ടും വരാം. തല കുളിച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് ഇടയമടത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരണം. കാരണം ഇന്നത്തെ ദിവസം ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. സോ നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരണം. ഇനി മേലും കൂടി കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറപ്പെട്ട് ഇടയമടത്തിൽ പോകാം. അതിനായിട്ട് ഞാൻ അച്ഛൻ്റെ ശകടത്തിൽ കയറി ഇടയമടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നാടൻ വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ വീടിനടുത്തുള്ള അമ്പലമാണ്. ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ഒരു സംഭവമാണ് ഈ അമ്പലം. ഇടയ്ക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ദിവസവും പൂജയൊക്കെ ഉള്ളൊരു വലിയൊരു ക്ഷേത്രം തന്നെയാണ്. അതിലൂടെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വായനശാലേൻ്റെ മുന്നിൽ കൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അങ്കനവാടി കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. യെസ് ഗൈസ്, ഈ നീല പെയിൻ്റ് അടിച്ച ഈ ബിൽഡിങ്ങാണ് നമ്മുടെ അങ്കനവാടി. നമ്മുടെ നാടിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ വഴിയിലൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞു പോകുമ്പോൾ ഇതാണ് നമ്മുടെ നെയ്ത്ത് സൊസൈറ്റി. നാടിൻ്റെ ഹൃദയഭാഗം എന്ന് ഒരിക്കൽ ഹൃദയഭാഗമായിരുന്നൊരു സംഭവമാണിത്. നമ്മൾ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് കടന്നിരിക്കുന്നു. മൂത്തമ്മയുണ്ട്. മൂത്തച്ഛൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മൂത്തമ്മയ്ക്ക് ടാറ്റയും കൊടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ആരുമില്ല.
അത് കഴിഞ്ഞ് ഏറ്റവും താഴെ മൂത്തമ്മയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മൂത്തമ്മയും അച്ഛനും കൂടി കുറച്ച് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ആരുമില്ലാത്ത സങ്കടത്തിൽ ഞാൻ കുറച്ച് പറമ്പിലോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വെറുതെ നടന്ന് കളിച്ചു. ഒന്നുമില്ല, പണ്ട് ഈ വഴിയിലൊക്കെ ഞാൻ കുറച്ച് ബുക്കും പെന്നൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കവിത എഴുതാനാണെന്ന വ്യാജേന വെറുതെ കുത്തിയിരിക്കുമായിരുന്നു. ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കാം എന്ന് കരുതിയിട്ട് ഈ വഴിയിലൂടെയൊക്കെ ഞാൻ നടന്ന് കളിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ കുളം കാണിച്ചു തരാം. പണ്ടൊരുപാട് നീന്തി തിമിർത്തിരുന്ന, എന്നിട്ട് ഞാൻ നീന്തൽ പഠിച്ചില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ ആ ഒരു കുളം, ഇതാണ് ആ കുളം. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. ആക്ച്വലി ഇതൊരു നല്ല കുളമായിരുന്നു. ആ തെങ്ങ് കണ്ടോ, ആ തെങ്ങുള്ള ഭാഗത്തേക്ക് ആ കോർണർ കട്ട് ചെയ്ത സ്ഥലം കണ്ടോ, അവിടെ ഒരു ഓവൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഒരു തോടാണ്, അപ്പുറത്ത് വയലാണ്. അങ്ങോട്ടേക്ക് ഒഴുക്കൊക്കെ ഉള്ളൊരു കുളമായിരുന്നു. വൃത്തിയാക്കി എടുത്താൽ, വറ്റിച്ച് വൃത്തിയാക്കി എടുത്താൽ നല്ല കുളം തന്നെയാണ്. ഞാൻ പെട്ടു ഗൈസ്. തിരിച്ചു പോകാനുള്ള വഴി മറന്നുപോയി. കാടിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ നടന്നു വന്നതാണ് ഞാൻ. പെട്ടു എന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ ചാടി തിമിർത്ത്, എന്താ പറയുക, കണ്ട വഴിയിലൂടെയൊക്കെ, വഴിയാണെന്ന് തോന്നുന്ന സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയും അധികം നേരം നിന്ന് കഴിഞ്ഞാൽ കൊതുക് കടിച്ച് ഞാൻ ചാവും എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ തിരിച്ച് നടന്നത്. ഇനിയിപ്പോൾ മൂത്തമ്മേൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും തിന്നും കുടിച്ചും സമയം കളയാം, അവർ വരുന്നവരെ എന്ന് കരുതിയിട്ടാണ് ഈ നടക്കുന്നത്. ഞാൻ ചെല്ലുമ്പോണ്ട് അച്ഛൻ കൊതുകിനെ കൊന്ന് കളിക്കുകയാണ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ബാറ്റും. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. മൂത്തമ്മ കട്ടൻ ചായയും നല്ല ഓലവടിയും മിനി അച്ചപ്പവും ഒക്കെ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതും കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് മൂത്തച്ഛനെത്തി. മൂത്തച്ഛൻ്റെ കൂടെ രമേച്ചി എത്തി, തേജു എത്തി. എല്ലാവരും കൂടെ കുറച്ചു നേരം കൂടി കത്തിയടിച്ചിരുന്നു. മൂത്തമ്മ സീരിയലിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ പറയുന്നൊന്നും മൂത്തമ്മയ്ക്കൊരു വിഷയമേ അല്ല. അത് കഴിഞ്ഞ് നേരെ ഞാൻ കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. അച്ചുവിനെ കണ്ടു. ദെൻ ലിജിമേമേനെയും എല്ലാവരെയും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.